ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പെരുന്നാൾ ദിവസം നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം പെരുന്നാൾ ആശംസകൾ. രാവിലത്തെ താങ്ക് യു പള്ളിയിൽ പോക്ക്, പാണക്കാട് പോക്ക് എല്ലാം കഴിഞ്ഞു. അതെ എല്ലാം കഴിഞ്ഞു. പതിവ് പോലെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ പ്രാർത്ഥനയായി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പരിപാടിയായി. അങ്ങനെ പോകും. പ്രചരണത്തിനുണ്ടോ ഇന്നത്തെ ദിവസം? ഇന്ന് പെരുന്നാൾ ദിവസം പ്രചരണങ്ങളൊക്കെ ഒഴിവാണ്. പക്ഷേ ഒരുപാട് വിസിറ്റ് ഉണ്ടാവും. എല്ലാ സ്ഥലത്തും പോകാനുണ്ട്. പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ള ഒഴിവ് ദിവസമാണല്ലോ. അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അവർ ചെന്ന് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതിന് നിരക്കുന്ന തരം വിസിറ്റുകൾ, പിന്നെ സൗഹൃദ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ. അതൊക്കെ ഉണ്ട്. ജാതിമത ഭേദമന്യേ സുഹൃത്തുക്കളുണ്ടല്ലോ, അവരൊക്കെ കാണാം, പെരുന്നാൾ ആശംസിക്കാം. അതുപോലെ തന്നെ ബാക്കി സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടാം. അത്തരം കാര്യങ്ങളൊക്കെ എന്നുള്ളൂ. ഇത്തവണത്തെ പെരുന്നാൾ മലപ്പുറം മണ്ഡലത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. എനിക്കെന്താ വ്യത്യാസം? ഇത് തന്നെയാണ്. അതിൽ അപ്പുറവും ഇപ്പുറവും കുഴപ്പമൊന്നുമില്ല. മലപ്പുറം വേങ്ങരയും ഒക്കെ നമ്മളെ നാട് തന്നെ. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ പോയോടത്താണ് എത്തിയത്, തുടങ്ങിയോടത്താണ് എത്തിയത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആദ്യം നഗരസഭയ്ക്ക് മത്സരിച്ചാണല്ലോ തുടങ്ങിയത്. അതെ ഇതേ ഈ പ്രദേശത്താണ്. ഇത് പാണക്കാട് വാർഡ് തന്നെയാണ്. ഇവിടുന്നാണ് മത്സരിച്ചത്. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴൊക്കെ എല്ലാവർക്കും ഒരു സസ്പെൻസ് ആയിരുന്നു. സത്യത്തിൽ വലിയൊരു സസ്പെൻസ് ഒളിച്ചു വെച്ചിട്ട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമല്ലേ ഇത്തവണ പ്രഖ്യാപനം വന്നത്? ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം പല കാര്യങ്ങളും നോക്കണമല്ലോ. പല പ്രാതിനിധ്യം വേണം. പിന്നെ അത് മണ്ഡലത്തിലുള്ള റിയാലിറ്റി എന്താണെന്ന് നോക്കണം. അതൊക്കെ നോക്കി വന്ന് നല്ലൊരു ലിസ്റ്റ് വന്നത്. അങ്ങയുടെ അനുഭവത്തിൽ ഇത്രയും സ്ക്രൂട്ടനി നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ? ഇത് ശാസ്ത്രീയമായ പഠനമടക്കം എല്ലാം നടത്തിയിട്ടാണ് തവണത്തെ. ഇത്രയും സ്ക്രൂട്ടനി ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശംസ കിട്ടിയത്. യുവാക്കൾക്കും വനിതകൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യം ഉണ്ട്. ഏറ്റവും അവസാനം ഞങ്ങൾ ഷാഫി ഭാരവാഹിയാണ്. ഞങ്ങൾ ഭാരവാഹികളുടെ യോഗത്തിലും കാര്യമായി ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇടയ്ക്കുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസം പലരും പറയുന്നത് സ്വാഭാവിക അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരു വികാരം. അത് ആ വികാരം പാർട്ടി നേതാവ് പാണക്കാട് തങ്ങൾ പറയുമ്പോൾ അങ്ങനെ അവസാനിക്കും. ഈ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി എല്ലാവരും പ്രശംസിക്കുമ്പോഴും കോൺഗ്രസിന് വൈകുന്നതിന്റെ വിമർശനം ഉയർന്നിരുന്നു. അത് ഇപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്യാത്ത ഇടതുപക്ഷല്ലേ. ഇടതുപക്ഷം തവണ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥി ഇറങ്ങാത്ത സംഭവമൊക്കെ ഇല്ലേ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ പിന്നെ പറയാനൊന്നും അത്ര അധികം ഇല്ല ഇടതുപക്ഷത്തിന്. അത്രേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് മലപ്പുറത്ത് ഒരു പ്രതീക്ഷ ചെയ്യുന്ന ഭൂരിപക്ഷം? എല്ലാവരും 50,000-ത്തിന് മുകളിൽ വലിയ ഭൂരിപക്ഷം എന്നാണ് പ്രവർത്തകരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് നോക്കാം. കുറച്ച് ഇലക്ഷൻ അങ്ങ് പോട്ടെ, അപ്പോൾ നോക്കാം. ലീഗിൻ്റെ മണ്ഡലങ്ങൾ ഒന്നിനൊന്ന് മെച്ചാണ്. അത് പിന്നെ പ്രവർത്തകന്മാർ എല്ലാ മണ്ഡലങ്ങളിലും റെക്കോർഡിടും. ഏത് മണ്ഡലം എന്നുള്ളതിൽ അത്ര വലിയ പ്രസക്തി ഇല്ല. പക്ഷേ നല്ല ഭൂരിപക്ഷം മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ടില്ലേ. മലപ്പുറത്ത് 16 വിജയിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും. അത് ഉറപ്പാണ്. ഈ തവണ അത് ഉറപ്പാണ്. എഴുതി വെക്കാം. 16 വിജയിക്കും. മലപ്പുറം ജില്ലയിൽ 16 വിജയിക്കും. മാത്രമല്ല പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയായിരിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിക്കുക എന്നാണ്. അദ്ദേഹവും ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.